ടു W/Q. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കൂളോം ആയിരിക്കും. അല്ലെങ്കിൽ അതിന് നമ്മൾ ഈ ജൂൾ പെർ കൂളോം അല്ലെങ്കിൽ ഇതിനെ നമ്മളൊരു വോൾട്ട് എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള വ്യത്യാസം, പൊട്ടൻഷ്യൽ ഒരു സ്കെയിലറാണ്, ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടറാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ഈ പൊട്ടൻഷ്യൽ വെച്ച് പറയുന്നുണ്ട്. 2 യൂണിറ്റുണ്ട് ഇലക്ട്രിക് ഫീൽഡിന്. അതിൽ ഒരെണ്ണം ന്യൂട്ടൺ പെർ കൂളോം, അടുത്തത് വോൾട്ട് പെർ മീറ്റർ. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ 2 പോയിൻറ്റിനിടയ്ക്കാണ് പൊട്ടൻഷ്യൽ, 2 പോയിൻറ്റിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് AB-ക്കിടയിലാണ്. അതിന് നമ്മൾ VB - VA എന്ന് പറഞ്ഞാൽ WAB/Q. അതായത് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം P to A എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി അതേപോലെ B എന്ന് പറയുന്ന പോയിൻ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇത് V പൊട്ടൻഷ്യലായി മാറുന്നു. അപ്പോൾ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻറ്റ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ. ഇനി ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യലുള്ള ഇക്വേഷൻ V = 1/4πε0 × Q/r ആണ്. ഇനി പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലൊരു ഗ്രാഫ് വരച്ച് കാണിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ 2 ഗ്രാഫ് വരികയാണ്, ഇത് പൊട്ടൻഷ്യൽ ഏതാണ് ഇലക്ട്രിക് ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ V ഇവിടെ എഴുതുന്നു. ഇവിടെ ഡിസ്റ്റൻസ് എഴുതുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നു. അടുത്ത പൊട്ടൻഷ്യൽ V ഇതാണെന്ന് വെച്ചോ. ഇനി ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ വരച്ച് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനത്തെ ഇത് കുറച്ചുകൂടി ഇങ്ങനെ സ്റ്റീപ്പായിട്ട് വരികയാണെങ്കിൽ അതായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഗ്രാഫ്. അപ്പോൾ E പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്, V പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. ആ വ്യത്യാസം മനസ്സിലാക്കുക. ഇനി പോയിൻ്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ പറഞ്ഞു, V = 1/4πε0 × Q/r ആണ്. ഇനി അടുത്ത ഒരെണ്ണമാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ കണ്ടുപിടിക്കാൻ ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. അപ്പോൾ അത് 2 പോയിൻ്റ്, ഇതൊരു എന്താണ് ഒരു ഡൈപോൾ ആണെങ്കിൽ P എന്ന് പറയുന്ന പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഡെറിവേഷനാണ് എഴുതുന്നത്. അത് ചിലപ്പോൾ ഇത് തിരിച്ചായിരിക്കും ബുക്ക് വരച്ചിരിക്കുന്നത്, ഇങ്ങനെയായിരിക്കും. അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ പുസ്തകത്തിൽ അതിൻ്റെ ഡെറിവേഷൻ നോക്കിയോളൂ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V = 1/4πε0 P cos θ/r² ആണ്. നിങ്ങൾ നോക്കുക, ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ V പ്രൊപ്പോർഷണൽ ടു 1/r² ആയിരിക്കും. ഇനി അതിൻ്റെ തീറ്റ വ്യത്യാസം. അപ്പോൾ ഇതിനകത്തൊരു കാര്യം, പൊട്ടൻഷ്യൽ ഇതിനകത്ത് തീറ്റ ഡിപ്പെൻഡൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി ഒരു കാര്യമുള്ളത്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഷെല്ല്. നമ്മളൊരു ഷെല്ല് വരയ്ക്കുകയാണെങ്കിൽ ഇൻസൈഡ് ദ ഷെല്ല് പൊട്ടൻഷ്യൽ എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിൻ്റെ റേഡിയസ് r ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇൻസൈഡ് ദ സെൽ V = 1/4πε0 × Q/R ആയിരിക്കും. ഇനി അതേ ചാർജ് Q ആണെന്നിരിക്കട്ടെ. ഇനി അതേ ചാർജ് Q ആണെങ്കിൽ Q/R ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഷെല്ലിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും, പക്ഷേ പൊട്ടൻഷ്യൽ 0 അല്ല. പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 1/4πε0 × Q/R ആണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ സർഫസ് വരെ. ഇനി പുറത്തേക്ക് പോകുന്തോറും ഇതിൻ്റെ ഈ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ V = 1/4πε0 × Q/r ആയിരിക്കും. കാര്യം ഇവിടുന്ന് ഇവിടെ ഒരു സെൻറ്റർ മുതൽ ഈ പോയിൻ്റ് വരെയുള്ള ദൂരം r ആയതുകൊണ്ട് Q/r ആയിരിക്കും. അപ്പോൾ ഈ സ്ഫിയറിനുള്ളിൽ ഉള്ള ഇതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതിനെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കുന്നു.
അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. ഇത് വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗത്ത് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ അതിങ്ങനെ വേരി ചെയ്യുന്നു എന്ന് വരച്ച് കാണിക്കാൻ കഴിയും. ആറിനനുസരിച്ച് വി ആറിനനുസരിച്ച് വേരി ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി അടുത്തപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സർഫസിനെ വിളിക്കുന്നതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ടെസ്റ്റ് ചാർജ് ഓവർ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ചാർജിനെ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ കൂടെ മൂവ് ചെയ്യിക്കുന്നതിന്. പിന്നെ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എല്ലായ്പ്പോഴും ഇപ്പോൾ ഒരു സർഫസിന് എല്ലായ്പ്പോഴും നോർമലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. അതാണ് അതിൻ്റെ വേറെ രീതി. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ ഇതിന് നോർമലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. അതാണ് വേറൊരു കാര്യം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നോർമലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ക്യാൻ ഇൻ്റർസെക്റ്റ് അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ പരസ്പരം ക്രോസ് ചെയ്യാൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് രണ്ടെണ്ണോടെ പരസ്പരം ക്രോസ് ചെയ്തില്ല. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ക്രോസ് ചെയ്തില്ല. ഇതും ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് പറ്റില്ല എന്നാണ് അതിൻ്റെ കാരണം. ഇനി ഒരു പോസിറ്റീവ് ചാർജിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഒരു സ്ഫെറിക്കൽ ഒരു പോയിൻ്റ് ചാർജ് ആണെങ്കിൽ, പോസിറ്റീവ് പോയിൻ്റ് ചാർജ് ആണെങ്കിൽ ഇതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് സ്ഫെറിക്കൽ ആയിരിക്കും, കോൺസെൻട്രിക് ആയിട്ടുള്ള സ്ഫെറിക്കൽ സർഫസ് ആയിരിക്കും. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പുസ്തകത്തിൽ നോക്കിക്കൊള്ളുക. ഡൈപോളിൻ്റെ ആകുമ്പോൾ ഈ ഒരു ഷേപ്പായിരിക്കും. ഇത് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെയും ഇതേപോലെ കുറച്ചുകൂടി ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇത് അതായിരിക്കും പൊട്ടൻഷ്യലിൻ്റെ ഡൈപോൾ. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E ഈസ് ഈക്വൽ ടു -dV/dr ആണ്. വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് V ഈസ് ഈക്വൽ ടു VAB ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ A to B E.dl ആയിരിക്കും. ഈ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ, അത് ഇക്വേഷൻ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. U ഈസ് ഈക്വൽ ടു -P.E. U ഈസ് ഈക്വൽ ടു -P.E.